കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. നിങ്ങൾ എന്താ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കാത്ത പാർട്ടിയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അത് ദീർഘകാല ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാലോ. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണോ? ഇത്രയും കാലം ഈ സംസ്ഥാനം ഭരിച്ച ഒരു പാർട്ടിക്ക് പിണറായി വിജയന്റെ ശൈലിക്കെതിരെ കേരളത്തിൽ ഉയർന്നിരുന്ന വിമർശനങ്ങളെ കുറിച്ച് അറിയാൻ ഇനി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണോ? ശ്രീ രാജേഷ് ചിറപ്പാട്, അതല്ല ഉദ്ദേശം. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. എന്താണെന്നറിയോ, നമ്മൾ പുതിയ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യതകളെ കൂടി ഉപയോഗിക്കുന്നു വളരെ എളുപ്പത്തിൽ. അതാണ് എളുപ്പത്തിൽ അതിന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എളുപ്പത്തിൽ അത് പ്രാപ്യമാക്കുന്നതിന് വേണ്ടിയാണ്. എളുപ്പത്തിൽ പ്രാപ്യമാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് പരിഹരിക്കാൻ കഴിയും. അത്രേ ഉള്ളൂ. അത്ര സിമ്പിൾ ആയ ഒരു കാര്യമാണ് കേട്ടോ. അത് അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യും. വാട്സപ്പ് ആകാം, നേരിട്ടാകാം. നിരന്തരം ജനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞു പോയതെന്നും എന്തുകൊണ്ടാണ് ബിജെപിക്ക് വോട്ട് ഷെയർ ബിജെപി വർദ്ധിപ്പിച്ചിട്ടില്ല. ബിജെപി 3 കോൺഗ്രസിന് ആശങ്കപ്പെടേണ്ടതിനേക്കാൾ നിങ്ങളുടെ 3 സീറ്റല്ലേ പോയത് ബിജെപി ജയിച്ചത്? അല്ല ഞങ്ങളുടെ അതാ പറഞ്ഞത്, നമ്മൾ ഇതിന്റെ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തോട് കൂടി 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.